ആകാശവാണി കവരത്തി. ഫെൺഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജ മാബി. സ്വന്തം പരിശ്രമവും ആത്മവിശ്വാസവും കൊണ്ട് സ്വയം തൊഴിൽ രംഗത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ ഒരു വനിതയാണിവർ. ചെറിയൊരു തുടക്കത്തിൽ നിന്ന് കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൈമുതലാക്കി മുന്നേറി ഇന്ന് പലർക്കും പ്രചോദനമാകുന്ന തരത്തിൽ തന്റെ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണിവർ. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മുന്നേറുന്ന ഇത്തരം വനിതകളുടെ അനുഭവങ്ങൾ സമൂഹത്തിന് വലിയ പ്രചോദനമാണ്. അവരുടെ സംരംഭക ജീവിതത്തെക്കുറിച്ചും തുടക്കകാല അനുഭവങ്ങളെക്കുറിച്ചും വിജയത്തിന്റെ പിന്നിലെ കഥകളെക്കുറിച്ചും ഇന്ന് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഖദീജ മാബി. കൂടുതൽ പരിചയപ്പെടുത്തണമെങ്കിൽ ജാൻവി ജാനു എന്ന് പറഞ്ഞാൽ അറിയും. കവരത്തി തന്നെയാണോ സ്ഥലം? അതെ, കവരത്തി തെലിയിക്കപുരയാണ് എൻ്റെ വീട്ടുപേര്. ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകുന്ന ഒരു യാത്രയാണ് താങ്കളുടേത്. സ്വയം തൊഴിൽ എന്ന ആശയത്തിലേക്ക് എത്താൻ കാരണം എന്തായിരുന്നു? അത് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ ഒരു 12 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിരിച്ചുവിട്ടപ്പോൾ ഇനി എന്ത് ചെയ്യും? കാരണം ഞാനൊരു സെപ്പറേറ്റ് ആണ്. എൻ്റെ മോളുമായുള്ള ഒരു ചെറിയ ലോകത്താണ് ഞാൻ ജീവിച്ചു പോകുന്നത്. മോളെ നല്ല രീതിയിൽ നോക്കണം. മോൾക്കൊരു കുറവ് പോലും ഉണ്ടാവരുത്. ഒരു പാരന്റിന്റെ ഡബിൾ റോളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോളുടെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. നമ്മൾ ജീവിച്ച സിറ്റുവേഷൻ പോലെ ആവരുത് നമ്മുടെ കുട്ടികളും. അത് എല്ലാ പാരന്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്ത് ചെയ്യും? ജീവിതത്തെ നോക്കി പകച്ചു നിന്നപ്പോഴാണ് ദീപശ്രീയിൽ ഒരു അംഗമാവുന്നത്. ദീപശ്രീ കൂട്ടായ്മയിൽ സൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതിൽ ഞാനും കൂടി ആദ്യമൊക്കെ ഒരു നാണക്കേടായിരുന്നു. പിന്നീട് എല്ലാവരും കൂട്ടായ്മയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നീട് അങ്ങോട്ട് സൺഡേ മാർക്കറ്റ് മാറി ഡെയിലി മാർക്കറ്റായി മാറി. പിന്നീട് അങ്ങോട്ട് പരിചയക്കാരും സുഹൃത്തുക്കളുമായിരുന്നു ഉപഭോക്താക്കൾ. അവരുടെ പിന്തുണയും നല്ല അഭിപ്രായങ്ങളുമാണ് പിന്നീട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനമായത്. എല്ലാ തുടക്കങ്ങളും ചെറിയ ചെറിയ ചുവടുകളിൽ നിന്നാണല്ലോ. ആദ്യകാലത്ത് ബിസിനസ് തുടങ്ങുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? തുടക്കത്തിൽ പലരുടെയും പുച്ഛത്തോടെയുള്ള നോട്ടവും കളിയാക്കി ചിരിക്കലും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ചെവിക്കൊള്ളാതെ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരു ബിസിനസ്സിൽ വിചാരിച്ച ഉടനെ ഫലം കിട്ടണമെന്നില്ല. പരാജയങ്ങളിൽ നിന്നും പഠിച്ച് വിട്ടുകൊടുക്കാതെ ശ്രമിച്ചതാണ് മാറ്റം വരുത്തിയത്. ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സംരംഭത്തിന് പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമായത് എന്തൊക്കെയായിരുന്നു? നമ്മൾ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ ഒട്ടും വീഴ്ച ചെയ്യാതിരുന്നതാണ്. കസ്റ്റമേഴ്സിന് എന്നോടുള്ള വിശ്വാസം കൂടിയതാണ് എൻ്റെ വളർച്ചയ്ക്ക് കാരണം. വീട്ടുകാര്യങ്ങളും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കുടുംബജീവിതവും ബിസിനസ്സും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നു? തീർച്ചയായും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഞാൻ ഇവിടെ ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ബാലൻസ് ചെയ്തു പോകുന്നത്. വീട്ടിലെ കാര്യങ്ങളായാലും ജോലി സ്ഥലത്തെ കാര്യങ്ങളായാൽ പോലും മോളുടെ പല കാര്യങ്ങളും ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. എല്ലാം ഒരുപോലെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് കാര്യം തുടങ്ങിയാലും ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് കുടുംബത്തിന്റെ ഒരു പിന്തുണയാണല്ലോ. താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയെ കുറിച്ച് പറയാമോ? പിന്തുണ എന്ന് വെച്ചാല് ഞാൻ സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് ഞാൻ ഈ സംരംഭത്തിലേക്ക് തുടങ്ങുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിലെത്താൻ കഴിയില്ലായിരുന്നു. തുടക്കത്തിൽ ചെറിയ പേടിയും ആശങ്കയും ഉണ്ടായപ്പോൾ എനിക്ക് ധൈര്യം തന്നത് അവരാണ്. ചിലപ്പോൾ ബിസിനസ്സിന്റെ തിരക്കുകൾ കാരണം വീട്ടിലെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ മോളെ ചേച്ചീൻ്റെ അടുത്തോ ബ്രദറിന്റെ വൈഫിന്റെ അടുത്തോ കൊണ്ടാക്കാറുണ്ട്. അവരുടെ വലിയ ഒരു പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. വിജയത്തിലേക്കുള്ള യാത്രയിൽ മറക്കാനാവാത്ത പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും. ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം പങ്കുവെക്കാമോ? തീർച്ചയായും അങ്ങനെയുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഞാനൊരു വീട് പണിയിക്കുന്നുണ്ട്. ഏതാണ്ട് അതിൻ്റെ പണി കഴിയാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷം വേറെയാണ്. നമ്മുടെ അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കിയ ഒരു വീട്, അത് കാണുമ്പോൾ തന്നെയാണ് ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം. എല്ലാവർക്കും പറ്റും. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കുന്നത് വരെ നമ്മൾ അതിൻ്റെ പിന്നാലെ ആയിരിക്കണം. നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്ക് നേടാൻ ആവാത്തത് ഈ ലോകത്ത് ഒന്നുമല്ല.
ഇപ്പോൾ പല സ്ത്രീകളും സ്വയം തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ തേടുകയാണല്ലോ. ഈ മേഖലയിൽ പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? പുതുതായി കടന്നു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം വിപണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വലിയ തുക നിക്ഷേപിക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങി പടിപടിയായി വളർത്താൻ ശ്രമിക്കുക. തെറ്റുകൾ സംഭവിച്ചേക്കാം, അതിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സംരംഭം ഇനി വരും കാലത്ത്, അതായത് ഇനി ഭാവിയിൽ എങ്ങനെയൊക്കെ വളരണമെന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? സ്വപ്നം കാണുന്ന വെച്ചാൽ എല്ലാവർക്കും സ്വപ്നം കാണുന്നത് പോലെ എനിക്കും ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുൻകൈയിലെടുത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ സംരംഭം ഭാവിയിൽ ഒരു കുറച്ച് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് മുതലാളിയായി ചമഞ്ഞിരുന്നിട്ട് അങ്ങനെയൊക്കെ പോകാനാണ് താല്പര്യം. ഈ സംരംഭത്തെ ഇതിനേക്കാളും കൂടുതൽ മികച്ച രീതിയിൽ തന്നെ എത്തിക്കണം. കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് തൊഴിലവസരം നൽകാനും ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടെ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുക. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നോർത്ത് ഒരിക്കലും മാറി നിൽക്കരുത്. തുടക്കത്തിൽ പല പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടായെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഞാൻ ഒറ്റയ്ക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും തളർന്നില്ല. പരാജയങ്ങൾ ഉണ്ടാവും. പരാജയങ്ങളെ ഭയപ്പെടാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ധൈര്യമായി ഒരു ചുവട് മുന്നോട്ട് വെക്കുക. തീർച്ചയായും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവസാനമായി നമ്മുടെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, ഓരോരുത്തരിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ്. പലപ്പോഴും കുടുംബ ചുമതലകൾ മറ്റു സാഹചര്യങ്ങളും കാരണം സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ചെറിയ ചെറിയ തുടക്കമാണെങ്കിലും അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഞാൻ വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. എന്നാൽ ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും മുന്നോട്ട് പോയപ്പോൾ നല്ല ഫലങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയത്തേക്കാൾ എനിക്ക് ശ്രമിച്ചു നോക്കാം എന്ന ചിന്തയാണ് പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ പല ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അതൊന്നും നമ്മെ പിന്നോട്ടടിക്കാനുള്ള കാരണമായി കാണാതെ പുതിയ അനുഭവങ്ങളായി സ്വീകരിക്കണം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പല മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടമ്മമാരായാലും ജോലി ചെയ്യുന്നവരായാലും വിദ്യാർത്ഥിനികളായാലും ഓരോ സ്ത്രീക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ തേടാം. കുടുംബത്തിന്റെ പിന്തുണയും സമൂഹത്തിന്റെ പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. നമ്മുടെ ആരോഗ്യവും കുടുംബവും ഒരേപോലെ ശ്രദ്ധിച്ചുകൊണ്ട് സ്വന്തമായി ഒരു വ്യക്തിക്ക് സ്വപ്നങ്ങളും വളർത്തിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുമ്പോൾ നിരുത്സാഹപ്പെടാതെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ആകാശവാണിയിലൂടെ ഈ അവസരം നൽകിയതിനും സ്നേഹപൂർവ്വം കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാ സ്ത്രീകൾക്കും ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തി ദ്വീപ് സ്വദേശിനി ഖദീജ ഉമാബി. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ സലാഹിയ മൻസൽ. നന്ദി, നമസ്കാരം.